എല്ലാവർക്കും നമസ്കാരം. പണ്ട് കാരണവന്മാർ പറയുന്നത് നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു ചെമ്പരത്തി ഉണ്ടെങ്കിൽ മുടിക്ക് തിളക്കം കൂട്ടാൻ ഇതിലും വലിയൊരു നാച്ചുറൽ കണ്ടീഷണർ വേറെ ഇല്ലെന്നാണ്. അതെ, ആ ചെമ്പരത്തി തന്നെയാണ് ഈ ദുബൈയിൽ ഇങ്ങനെ നട്ട് വളർത്തി വെട്ടി കറക്റ്റ് ബോക്സ് ഷേപ്പിലാക്കി ഇങ്ങനെ വച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെ ഈ ദുബൈയിൽ വേറെ ഒരു സ്ഥലത്തും ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ ചെമ്പരത്തി ഇങ്ങനെ നല്ല രീതിയിൽ നട്ട് വളർത്തിയിട്ട് അതിനെ ബോക്സ് ഷേപ്പിൽ ഇങ്ങനെ വെട്ടി വെച്ചേക്കുന്നത്. കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല, നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല ഇങ്ങനെ വെട്ടി ബോക്സ് ഷേപ്പിൽ ഇങ്ങനെ കറക്റ്റ് വഴി നടന്നു പോകുന്ന വഴിയിൽ ഇങ്ങനെ ഡിസൈനാക്കി വെച്ചേക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഞാൻ ഈ വീഡിയോ എടുത്ത സമയത്ത് ചൂടായിരുന്നു കേട്ടോ, നല്ല ചൂടുണ്ടായിരുന്നു, 50 ഡിഗ്രിയൊക്കെ ചൂടായി. അതുകൊണ്ടാണ് ചില ചെടികൾ ഇങ്ങനെ കരിഞ്ഞു നിൽക്കുകയാണ്. ഈ വെയിൽ താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. കുറേ ചെടിയൊക്കെ ഇതിനിടയ്ക്ക് കരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇവർ മെയിൻറ്റെയിൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കറക്റ്റ് ബോക്സ് ഷേപ്പിൽ ഇങ്ങനെ ആക്കി കറക്റ്റ് വച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇവർ നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ട്. ഇത് പൈപ്പ് ഇറിഗേഷനാണ്, എല്ലാത്തിലും പൈപ്പ് ഇറിഗേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഓരോ മണിക്കൂർ വിട്ടും ഇങ്ങനെ ഓരോ ഡ്രോപ്പായിട്ട് ഇതിൻ്റെ എല്ലാ ചെടിയുടെയും മൂട്ടിൽ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. ഇവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർ പറയും കണക്ക് ഇവിടെ ചെടികളൊക്കെ വളരുള്ളൂ. ഇത് വേറൊരു ചെടിയാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, ദുബൈയിലെ പല സ്ഥലങ്ങളിലും ഇങ്ങനത്തെ ചെടികൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ചെമ്പരത്തി ഞാൻ ആദ്യമായിട്ടാണ്. ഇത് ഇപ്പോഴെടുത്തതാണ്, ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ്. ഇതിപ്പോൾ ഇവിടെ തണുപ്പായി തുടങ്ങി. അപ്പം കാലാവസ്ഥ മാറിയപ്പോഴത്തേക്ക് ചെടി നല്ല രീതിയിൽ പൊടിച്ച് നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിന് എല്ലാ രീതിയിലും നടുക്കൊക്കെ കുറേ ചെടികളൊക്കെ പട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിച്ച് ക്ലിയർ ആയതിന് ശേഷം വെട്ടാൻ വേണ്ടിയിട്ട് വച്ചേക്കുകയാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇത് ഞാൻ ദുബൈയിൽ വേറെ ഞാനെങ്ങും കണ്ടിട്ടില്ല. ഇനി ഇവിടെ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ചെമ്പരത്തി നട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്തായാലും ഗാർഡൻ ഇഷ്ടപ്പെടുന്നവരുടെ എല്ലാവരുടെ വീട്ടിലും ഒരു ചെമ്പരത്തിയെങ്കിലും ഇല്ലാത്ത വീട് നമ്മുടെ നാട്ടിലേ ഇല്ല. ഇത്രയും ലോ മെയിൻ്റെനൻസ് ഉള്ള ഒരു ചെടി ചെമ്പരത്തി അല്ലാതെ വേറെ ഏതുണ്ട്? ലുക്കിന്റെ കാര്യത്തിലും നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ ചെമ്പരത്തി ഇപ്പോൾ അത്രയ്ക്ക് സ്വാധീനമുള്ളതാണ്. ഇവിടെ എല്ലാം പൊടിച്ച് തളിരിട്ട് വന്നിട്ടുണ്ട് ഇലകളെല്ലാം. എനിക്ക് തോന്നുന്നത് ഇനി എല്ലാം ഒന്ന് സെറ്റായതിനു ശേഷം അവർ കറക്റ്റ് ബോക്സ് ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമെന്നാണ് തോന്നുന്നത്. ഇപ്പം കുറേ റീൽസൊക്കെ ഞാൻ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. മറ്റേ ചെമ്പരത്തിയുടെ ചെടി പൂവിട്ടിട്ട് ചായ, അത് സ്കിന്നിന് നല്ലതാണ്, ഹെൽത്തിന് നല്ലതാണ്, വെയിറ്റ് ലൂസിന് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ചെമ്പരത്തി ഇല്ലാത്ത വീട് നമ്മളെ നാട്ടിൽ തന്നെ വളരെ കുറവാണ്. അപ്പം അങ്ങനെ ഒരു ചെമ്പരത്തി ഇവിടെ ഇങ്ങനെ ഇത്രയും വൃത്തിയിൽ നട്ട് ബോക്സ് കണക്ക് വെട്ടി വെച്ചേക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് തന്നെ എനിക്കൊരു കൗതുകം തോന്നി. പിന്നെ ചെമ്പരത്തി ഇവിടെ ഇതിത്തിരി ഹൈറ്റ് കൂടുന്നുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് പല സ്ഥലത്തും ഇത് നട്ട് തുടങ്ങാത്തത്. എനിക്കൊന്നും ഇതിനകത്തെ വഴിയിലൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി പല സ്ഥലത്തും വരും. ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു മാമി വിളക്കിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ചെമ്പരത്തി പൂ പറിക്കാൻ വന്നു. അങ്ങനെ പറിച്ച കൂട്ടത്തിൽ ഞാനും എടുത്തതാണ്. പക്ഷേ ഇവിടെ പൂ കുറവാണ് കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പൂവുള്ളൂ. പക്ഷേ ചെമ്പരത്തി ഫുള്ളായിട്ടുണ്ട്, പൂ വളരെ കുറവാണ്. എന്തായാലും നാട്ടും പുറത്ത് ഐശ്വര്യമായ ഒരു ചെടി ഇങ്ങനെ ഇവിടെയൊക്കെ ഗൾഫ് കൺട്രിയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോഴത്തേക്ക് ഒരു സന്തോഷം. ചെമ്പരത്തിയോട് നമുക്ക് അത്രയ്ക്ക് ഒരു ഇഷ്ടമുണ്ടല്ലോ, ഒരു നൊസ്റ്റാൾജി ഉണ്ടല്ലോ, അത് ഇവിടെ കാണുമ്പോഴത്തേക്ക് ഈ സ്ഥലം ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരാം.